ഹായ് ഹലോ നമസ്കാരം ആര്യാണ് കണ്ടിട്ടും മതി വരാതെ മുത്തപ്പൻ്റെ അടുത്ത് ഞാൻ ഒന്നുകൂടെ കയറിയതാട്ടോ. അതായത് പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ മുത്തപ്പനെ വന്നൊന്ന് കണ്ടു തൊഴാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നന്നായിട്ട് തൊഴാൻ പറ്റി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചിന്തിക്കടെ കയറി കുപ്പിവള എനിക്കൊരു ഒരു ഹരമായതുകൊണ്ട് കുറച്ച് കുപ്പിവളയും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് കുറച്ച് ടോയ്സും എല്ലാം എടുത്ത് അപ്പം ഇതൊക്കെ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം അതുവഴിയൊക്കെ ഇങ്ങനെ കറങ്ങിയൊക്കെ നടന്നു. അത് കഴിഞ്ഞ് നേരത്തെ എൻ്റെ ക്ലാസ് വെച്ച് പോകുന്ന കുട്ടനെ നിങ്ങൾ കണ്ടോ? വേറെ ഒന്നുമല്ല ഗൈസ്, ഇച്ചിരി പാഷനാണ്. എന്താ പാഷൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ചെല്ലുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ താളവും പിടിച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുക, വയറ്റിൽ നല്ല താളം വെക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് താളം പിടിക്കാമല്ലോ. അപ്പോൾ അച്ഛനും മോനും ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ പരിപാടി കേട്ടോ. എൻ്റെ ചെറുക്കനാണെങ്കിൽ കണ്ണാടി മാറ്റി വെച്ചിട്ടാണ് അവൻ്റെ ഷോ കാണിക്കുന്നത്. യാതോട്ടിന് ഭയങ്കര ഇഷ്ടമാണ് പൂരി. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ സെറ്റ് പൂരി ഓർഡർ ചെയ്തത്, കൂടത്തിൽ നല്ല കോഫിയും. അപ്പോൾ കോഫി അടിപൊളിയായിരുന്നു, പൂരി നന്നായിരുന്നു കേട്ടോ. കിഴങ്ങ് കറി ഓക്കെ ഓക്കെ ആയിരുന്നു, പക്ഷേ അടിപൊളിയായിരുന്നു. നല്ല ചൂടായിരുന്നേ കഴിക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഇരുന്ന് ഇത് കഴിച്ചിട്ട് റൂമിൽ ചെന്ന് ഇതെല്ലാം നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ട് ഗോപികയുടെ അടുത്തേക്ക് പോകണം. അപ്പോൾ ഗോപികയുടെ വീട് ഇവിടുന്ന് 1 മണിക്കൂറേ ഉള്ളൂ. അവളെ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ എടുത്തത് കൊണ്ട് നമുക്ക് പോകാനും വരാനും ഒക്കെ നല്ല സൗകര്യം ഉണ്ടായിരുന്നേ. ഹലോ, അപ്പൊ നമ്മളിത് പഴശ്ശിനിക്കടവിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പം ഞങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗോപിക. അവളുടെ വീട് ഇവിടുന്ന് ഒരു 1 അവറേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് പോവാണേ. യാതുട്ടാ, കുഞ്ഞിപ്പെണ്ണിനെ കാണാൻ പോകാം. ഞങ്ങള് കുഞ്ഞിപ്പെണ്ണിനെ ഗോപികാന്റീനെ ഒക്കെ അടുത്ത് പോയിട്ട് നീ ട്രിപ്പ് കണ്ടിന്യൂ. അങ്ങനെ അമ്മയുടെയും മോൻ്റെ ഡാൻസും തുള്ളലും ഒക്കെ ഇങ്ങനെ ഉടനീളം കണ്ടുകൊണ്ടിരിക്കും കേട്ടോ. അതിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അത് പോകുന്ന വഴിക്ക് നമ്മൾ നെസ്റ്റോയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ, മക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് അവിടെ 2 പെൺകുട്ടികളുണ്ട്. ഗോപിക്ക് 2 പെൺകുട്ടികളാണ്. അതും പോരാഞ്ഞിട്ട് നമുക്ക് ഏട്ടന് ഒരു പെൺകുട്ടിയും ഒരു ആൺകൊച്ചും ഉണ്ട് കേട്ടോ. നമ്മൾ ചെന്നപ്പോൾ എല്ലാവരും അവിടെ റെഡി ആയിരുന്നു. ചെന്നപാടെ ഗോപിക്ക് നമുക്ക് ജ്യൂസും സ്നാക്സും എല്ലാം തന്നു. വിശപ്പുള്ളത് കൊണ്ട് അത് അവിടെ ഇരുന്ന് കുടിച്ചു കേട്ടോ. വിശപ്പിനേക്കാൾ കൂടുതൽ നമുക്ക് ദാഹമായിരുന്നേ. അത് കഴിഞ്ഞിട്ട് അവരുടെ അടുത്തുള്ള ഒരു കായൽ പോലത്തെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒക്കെ നമ്മൾ പോയി പിള്ളേരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് കണ്ടു. അവളുടെ നാട് വന്നു കഴിയുമ്പോൾ അവളുടെ നാട് കാണാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവളുടെ നാടൊക്കെ കണ്ട് നല്ല ഭംഗിയായിരുന്നു. അപ്പം ഒരു ദിവസം അവിടെ പോയി നിൽക്കുവാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ കാണാനൊക്കെ ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അടുത്ത വെക്കേഷനിൽ എന്തായാലും ഒരു ദിവസം ഗോപികയുടെ അടുത്ത് പോകണം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ പോന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ ഞങ്ങളെ കണ്ടപ്പോൾ അങ്ങ് മനസ്സിലായില്ല, കാരണം അവൾ കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതാണല്ലോ. പക്ഷേ ഇളയ കൊച്ച് ഞങ്ങളെ കണ്ടപ്പോഴേ ചാടി കയറി മടി കയറിയിരുന്നു കേട്ടോ. അത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ ഫസ്റ്റ് ലുക്കായിരുന്നു. പക്ഷേ അവളുണ്ടല്ലോ അടിപൊളിയായിരുന്നു. കണ്ണാടിയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അവിടെ അങ്ങ് തകർത്ത് വാരുന്ന കില്ലാടിയായിരുന്നു. പിന്നെ ഇവരുടെ വീട്ടിലുണ്ടല്ലോ നെല്ലിക്ക ഉണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നെല്ലിക്ക പറിച്ചു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഗോപിക്ക് നമുക്ക് ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ കൂട്ടി കഴിച്ചേ. അതിനകത്തൊരു രസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെള്ളമൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ഇതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാനിത് വയറ് നിറച്ചും കഴിച്ചേനേന്ന്. പക്ഷേ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. നമ്മുടെ മനസ്സും വയറും എല്ലാം ഒരുപോലെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ എല്ലാവർക്കും ടാറ്റ പറഞ്ഞ് ഇനി നേരെ പോകുന്നത് കോഴിക്കോട്ടേക്ക്. ഇതുപോയി ഇതാണ് ഏട്ടത്തിയുടെ മൂത്ത മോനാണ് പുറകെ നിൽക്കുന്നത്, ദേവൻ. അപ്പോൾ ഏട്ടത്തിന് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ ഏട്ടത്തിൻ്റെ അടുത്ത് ഒന്നുകൂടെ വരും. ഇനി പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നേ. ഗൈസ്, നമ്മൾ എവിടെ എത്തിയിരിക്കുന്നു ഗൈസ്? പറയൂ ഗൈസ്. ഞങ്ങൾ കോഴിക്കോട് എത്തിയിരിക്കുന്നു ഗൈസ്. കോഴിക്കോട് അതോട്ടാ ഇന്നും നാളെ കോഴിക്കോട് സ്റ്റേ. നല്ല ക്ഷീണമുണ്ടല്ലേ? റൂമിൽ ചെന്നിട്ടൊന്ന് കയറി കിടക്കണം. ഓ ദ ഫയർ. റൂമിലേക്ക് ചെന്നപ്പോഴേ ഉണ്ടല്ലോ പവനായി ശവമായി ഗൈസ്. കാരണം ഇത്രയും ദിവസം ട്രാവൽ ആയതുകൊണ്ട് അപ്പോൾ കോഴിക്കോട് എത്തിയപ്പോൾ തന്നെ നമ്മൾക്ക് നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമ്മൾ നേരെ ഇറങ്ങി എങ്ങോട്ടാന്ന് പറയുക, മാളിലേക്ക്. എനിക്ക് സാധനങ്ങളൊന്നും വാങ്ങിയില്ലെങ്കിൽ എനിക്കിങ്ങനെ മാളിൽ കൂടെ നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ തന്നെ യാതോട്ടിനും അതെ, ഞങ്ങളിങ്ങനെ ഇതുവഴി ഒക്കെ കയറി നടന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എനിക്കിഷ്ടമാണ്, എനിക്കിഷ്ടമാണ്. എനിക്ക് ഡ്രസ്സൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ ഇങ്ങനെ കൺകുളിർക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലാലു എന്നോട് പറഞ്ഞു, നീ നേരെ പോര്, നിനക്ക് വേണ്ടതെല്ലാം ഞാൻ വാങ്ങി തന്നിട്ടുണ്ടെന്നേ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ടോയ് വെച്ചിട്ടുണ്ടായിരുന്നു, കാറ് പിള്ളേർക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാതോട്ടിന് അതുവഴി കുറേ റൗണ്ട് അങ്ങനെ ഓടിച്ചൊക്കെ നടന്നു. അത് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് വിശക്കൂലോ. വിശന്നിട്ട് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനിങ്ങനെ അവിടെ മാറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ലാലു പോയിട്ട് എന്നിട്ട് നമുക്കിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പിസ്സ മതി എന്ന് പറഞ്ഞു യാതോട്ടിന്. അപ്പോൾ പിന്നെ പിസ്സ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. അപ്പോൾ പിസ്സയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ എനിക്ക് ബോബാ ടീ കുടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ ബോബ ന്യൂട്രലയോ അങ്ങനെ എന്തോ വാങ്ങിച്ചു. പിന്നെ ബ്ലൂബെറി, പിന്നെ എന്താ വാങ്ങിച്ചത്,
വാങ്ങിച്ചത് മാങ്കോ. അങ്ങനെ എല്ലാം വെറൈറ്റി വാങ്ങിച്ചിട്ട് എല്ലാവരും മാറി മാറി അങ്ങ് കുടിച്ചു വയറ് നിറച്ചു. ഇനിയിപ്പോൾ റൂമിൽ ചെന്നിട്ട് നല്ല അടിപൊളിയായിട്ടൊന്ന് കിടന്നുറങ്ങണം. കാരണം നല്ല ക്ഷീണമുണ്ട്. ഇപ്പോൾ ഒരു പായും തലവണയും തരുമായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങിയേനെ. കൂടത്തിൽ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും മോനും പോയി വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഉണ്ടല്ലോ, ഈ ട്രിപ്പിനെ കുറിച്ച് പറയുവാണെങ്കിൽ നമ്മൾ 3 പേരും മാത്രമുള്ള ഫസ്റ്റ് ലോങ് ഡ്രൈവ് ആയിരുന്നേ. ഇങ്ങനെ ഒരു പ്ലാനിങ്ങും ഇല്ലായിരുന്നു. നിർത്തി നിർത്തി നമ്മൾ എവിടെ എത്തുന്നു അവിടെ പോകാം എന്നൊരു പ്ലാനിങ്ങിലായിരുന്നു ഇറങ്ങിയത്. ഒരു പ്ലാനിങ്ങും ഇല്ലാത്തത് കൊണ്ട് അടിപൊളിയായിരുന്നേ. എൻ്റെ യാതൂട്ടനാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. കുറച്ചൊക്കെ സഹിക്കാൻ പറ്റുന്ന കുരുത്തക്കേടുകളോ ഉണ്ടായിരുന്നെങ്കിലും അടിപൊളിയായിരുന്നു. കൊച്ചും സഹിച്ചു. ഇനിയിപ്പം റൂമിൽ ചെന്നിട്ട് കിടന്നുറങ്ങട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.